ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് താരൻ മാറാനായിട്ടുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ്. ആക്ച്വലി നിങ്ങളിതിപ്പോൾ കുറേ ദിവസമായിട്ട് മുടി കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റെമഡി നന്നായിട്ട് വർക്കാവും. കാര്യം ഞാൻ അങ്ങനെയാണ് 2-3 ദിവസമായിട്ടാണ് മുടി കഴുകിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഹോം റെമഡി നന്നായിട്ട് വർക്കാവുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഇത് തന്നെ ചെയ്യാനായിട്ട് പോയത്. കാര്യം 2-3 ദിവസം വരെ ഞാൻ കുളിക്കാത്ത കാരണം നല്ല രീതിയിൽ മുടിയിൽ ഇങ്ങനെ താരനും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ബിൽഡപ്പ് ആയിട്ടുണ്ട്. ആക്ച്വലി സാധാരണ എല്ലാ ദിവസവും കുളിക്കാറില്ല, ഇടയ്ക്കൊക്കെയാണ് തല കുളിക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും കുളിക്കും. എനിക്ക് എല്ലാ ദിവസവും കുളിച്ചില്ലെങ്കിൽ താരം വരുന്നത് പോലെയും ചൊറിച്ചിൽ വരുന്ന പോലെയൊക്കെ ഒരു ഫീലാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലും മുകളിലൊക്കെ ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ താരനും ചൊറിച്ചിലൊക്കെ ഉണ്ട്. സോ ഇന്ന് നമുക്ക് നമ്മുടെ ഹോം റെമഡി ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗൾ, അതോടൊപ്പം നമുക്ക് തലയിൽ തേക്കുന്ന എണ്ണ. ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാരണ ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. ഞാനിങ്ങനെ പല എണ്ണകളും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് വെളിച്ചെണ്ണയുടെ മണമൊന്നും അത്ര ഇഷ്ടമല്ല ഗൈസ്. ഫുഡ് ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ ഓക്കെ, തലയിൽ വെക്കാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു എണ്ണ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കുറച്ച് തിക്കാണ്. എൻ്റെ മുടിയാണെങ്കിൽ ഭയങ്കര തിന്നായതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബാരിയർ ഈ ഒരു തിക്ക് ഓയിൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ്. ഒരു 1/4 ഭാഗം നാരങ്ങയാണ്. ഇതിൽ നിന്ന് നീരെടുത്തിട്ട് ഫുൾ നീരും എടുക്കുന്നില്ല, കുറച്ച് മാത്രം നീര് ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ കുറച്ചായതുപോലെ തോന്നി, അത് കാരണം കുറച്ചും കൂടെ എണ്ണ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഓയിലായതുകൊണ്ട് നാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിലൊരു ജെല്ല് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ തല നല്ല രീതിയിൽ ചീകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുടി നല്ലോണം ചീകി ജടയൊക്കെ കളഞ്ഞ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി കാണിച്ചു തരുന്നതാണ് സംഭവം ഇങ്ങനെയൊക്കെയാണ് വന്നതെന്ന്. ഇനി നമുക്കിത് വകർപ്പെടുത്തിട്ട് തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയിലല്ല, ഇതുപോലെ പാർട്ടീഷൻ എടുത്തിട്ട് തലയിൽ സ്കാൽപ്പിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓരോ സൈഡും സെക്ഷനാക്കി മാറ്റിയതിന് ശേഷം നമുക്ക് എവിടേക്കാണോ ഇച്ചിനെസ് ഒക്കെ കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ ആദ്യമേ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എല്ലാ ഭാഗത്തും, നമ്മളെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഭാഗത്തും തലയിൽ ഇതൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇൻ കേസ് നിങ്ങൾക്കത് കുറഞ്ഞു പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു തവണ കൂടെ പ്രിപ്പയർ ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് കുറേ പ്രിപ്പയർ ചെയ്ത് വെക്കാണ്ട് ആവശ്യം തോന്നുകയാണെങ്കിൽ മാത്രം വീണ്ടും പ്രിപ്പയർ ചെയ്യും. ഈ തലയുടെ ബാക്ക് സൈഡിലൊക്കെ നല്ല രീതിയിൽ എനിക്ക് താരൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി കിട്ടാനായിട്ടാണ് ഇങ്ങനെ ഞാൻ ഇത് ഫുള്ളായിട്ട് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കുറഞ്ഞു പോയതുപോലെ തോന്നി നമ്മുടെ സൊല്യൂഷൻ. അത് ഞാൻ കുറച്ചുകൂടെ അങ്ങ് പ്രിപ്പയർ ചെയ്യുവാണ്. ഇനി നമുക്കിത് നന്നായിട്ട് നമ്മുടെ ബാക്ക് സൈഡിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെവിയുടെ ബാക്കിലൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് താരൻ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ നമ്മൾ മിസ്സായി പോകുന്ന സ്ഥലമൊക്കെയാണ്. സോ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എവിടെയാണോ താരനുള്ളത് അവിടെ മുഴുവനായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 45 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം വേണം നമ്മൾക്കിത് വാഷ് ചെയ്യാനായിട്ട്. ആക്ച്വലി ഞാൻ മുന്നേ ഒരു സിറം നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. നാരങ്ങ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സിറം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ സ്കാൽപ്പ് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇതോടൊപ്പം അതും കൂടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറേ നാളത്തേക്ക് നമ്മുടെ സ്കാൽപ്പ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇത് നമ്മളൊരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് എങ്കിലും മിനിമം വെച്ചേക്കുക. അതിനുശേഷം നമുക്കിത് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുടി ക്ലീൻ ചെയ്യാവുന്നതാണ്. താരൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഹോം റെമഡി ചെയ്ത് നോക്കുക, നന്നായിട്ട് വർക്കാവും. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ ബൈ.